ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മാജിക് ടേസ്റ്റി. അപ്പോൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് സേമിയ കൊണ്ടുള്ള ഡെസേർട്ട് റെസിപ്പിയാണ്. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. മുമ്പായിട്ട് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെയുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് അമർത്തണേ. എന്നാലും ഞാൻ ഇനി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ വീഡിയോ കണ്ടിഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ അടുപ്പിൽ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 3 ടേബിൾ സ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ എണ്ണ ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഞാൻ ഇവിടെ കാഷ്നട്ട് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബാദം, മുന്തിരിയും ഇതൊക്കെ ചെറുതാക്കി കഷ്ണങ്ങളാക്കിയിട്ടുള്ളതാണ്. അതൊന്ന് വറുത്ത് കോരി മാറ്റാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് സേമിയാണ്. അത് ഞാനൊരു 150 ഗ്രാമോളം എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് വറുത്തെടുക്കാം. വറുത്ത് ഒന്ന് കളറ് മാറി ഒരു വൈറ്റ് കളറാവുമ്പോൾ ഇതിലേക്ക് നമുക്ക് പാൽ ആഡ് ചെയ്യാം. അതുവരെ നന്നായിട്ടൊന്ന് വറുത്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ കളറൊക്കെ ചേഞ്ച് ചെയ്യുന്നതിന് ഇതിലേക്ക് പാൽ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ 1 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. അത് കുറേശ്ശെ ആയിട്ട് ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഇവിടെ 1 കപ്പ് പാൽ ഫുള്ളായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് ഏകദേശം സെമി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ 1/2 കപ്പോളം പഞ്ചസാര എടുത്തിട്ടുണ്ട്. അതും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പഞ്ചസാര ചേർത്ത് കൊടുത്ത് ഇളക്കിയതിന് ശേഷം കുറച്ച് വെള്ളമുള്ള പോലെ ഉണ്ടാവും. അപ്പോൾ ഇത് 5 മിനിറ്റോളം ഇനി അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കണം. ലോ ഫ്ലെയിമിലാക്കിയിട്ടാണ് വേവിക്കേണ്ടത്. അപ്പോൾ നമ്മുടെ സേമിയ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഫുഡ് കളർ ചേർത്ത് കൊടുക്കുക. ഞാൻ ഇവിടെ ഓറഞ്ച് കളറാണ് എടുത്തിട്ടുള്ളത്. യെല്ലോ കളർ ഉണ്ടെങ്കിൽ അതായിരിക്കും ബെറ്റർ. പിന്നെ മാക്സിമം കളർ സ്കിപ്പ് ചെയ്യേണ്ട നല്ലത്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അടുത്തതായിട്ട് ഇതിലേക്ക് 2 ടേബിൾ സ്പൂണോളം പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം. പാൽപ്പൊടി വേണമെന്നില്ല കേട്ടോ. പാൽപ്പൊടി ഉണ്ടെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റ് കൂടും, അത്രയേ ഉള്ളൂ. പിന്നെ ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് കോരി വെച്ചിരുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഇല്ലേ,
അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയും പണിയുള്ളൂ. നമ്മൾ സേമിയ ഡെസേർട്ട് ഇവിടെ റെഡി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. എന്തായാലും ഇഷ്ടമാണ്, കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ കമൻറ്റായിട്ട് അറിയിക്കണേ. അപ്പോൾ നമ്മുടെ ഡെസേർട്ട് റെഡി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെയുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് അമർത്തണേ. അതിൽ ഓൾ എന്നോൺ പ്രസ് ചെയ്യുക. എന്നാലും ഞാൻ ഇനിയും അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ ഇതുപോലത്തെ പുതിയ പുതിയ റെസിപ്പീസുമായിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.